എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 19ഉം 20ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. രണ്ടും ഉപജാതി വൃത്തത്തിൽ തന്നെയാണുള്ളത്. എന്താ ഈ സന്ധ്യ കഴിഞ്ഞ് ചന്ദ്രൻ ഉദിച്ചു, ആകാശത്ത് ചന്ദ്രൻ ഉദിച്ചു, നല്ല നിലാവ് വന്നു. അപ്പോൾ എന്തൊക്കെയാണ് ശ്രീകൃഷ്ണനും കൂട്ടുകാരും കൂടിയൊക്കെ ചെയ്തത്, അപ്പോൾ അരിഷ്ടൻ എന്താ ചെയ്തത് എന്നുള്ളതൊക്കെയാണ് പതുക്കെ പതുക്കെ വർണ്ണിക്കുകയാണ് ചെയ്യണത്. നമുക്ക് ആദ്യം 19ാമത്തെ ശ്ലോകം നോക്കാം. അധ പ്രതോലീഷു വിശങ്കടാസു ജ്യോത്സ്നാവതാരേണ സമുജ്വലാസു തൗ രാമകൃഷ്ണൗ സഹിതൗ സുഹൃദ്ഭിഃ പ്രാവർത്തിഷാതാം ബഹുധാ വിഹർത്തും. നമുക്ക് ആദ്യം പദച്ഛേദം നോക്കാം. അഥ പ്രതോലീഷു വിശങ്കടാസു ജ്യോത്സ്നാവതാരേണ സമുജ്വലാസു തൗ രാമകൃഷ്ണൗ സഹിതൗ സുഹൃദ്ഭിഃ പ്രാവർത്തിഷാതാം ബഹുധാ വിഹർത്തും. ഇവിടെ പ്രത്യേകിച്ച് പദച്ഛേദമൊന്നും പറയാനില്ല, പദങ്ങളെ ഒന്ന് പരിചയപ്പെടുക മാത്രമേ ചെയ്യാനുള്ളൂ. ഇവിടെ സന്ധ്യ കഴിഞ്ഞ് രാത്രിയായപ്പോൾ എന്തൊക്കെയാണ് രാമകൃഷ്ണന്മാർ ചെയ്തതെന്ന് പറയാണ്. അഥ അനന്തരം, രാത്രിയായപ്പോൾ, തൗ രാമകൃഷ്ണവും, ആ രാമകൃഷ്ണന്മാർ, രാമനും കൃഷ്ണനും, ബലരാമനും ശ്രീകൃഷ്ണനും, സുഹൃദ്ഭി സഹിതവും, സുഹൃത്തുക്കളോടൊക്കെ കൂടിയിട്ട്, മറ്റു ഗോപന്മാർ അവരോടൊക്കെ കൂടിയിട്ട്. അപ്പോൾ സന്ധ്യാവണത്തിന് മുമ്പ് എല്ലാവരും വൃന്ദാവനത്തിൽ നിന്ന് പശുക്കളെയൊക്കെ മേച്ച് പോകുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ ഗൃഹങ്ങളിലെത്തി, പശുക്കളൊക്കെ അവരുടെ തൊഴുത്തിലെത്തി. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ കുളിയും അതായത് അണിഞ്ഞൊരുങ്ങലെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവർ വീണ്ടും ഒത്തുകൂടാണ്. അന്നത്തെ കാലത്ത് ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ പണികൾ. അപ്പോൾ ശ്രീകൃഷ്ണനും ബലരാമനും മറ്റു ഗോപന്മാരെല്ലാവരും കൂടിയിട്ട് സുഹൃദ്ഭി സഹിതവും വിശങ്കടാസു ജ്യോത്സ്നാവതാരേണ സമുജ്വലാസു പ്രതോലീഷു. വിശങ്കടാസു, വിശങ്കടം എന്ന് പറഞ്ഞാൽ നല്ല വിസ്തൃതമായ, നല്ല വലിപ്പമുള്ളതായ, തടസ്സങ്ങളൊന്നുമില്ലാത്തതായ, മാത്രമല്ല ജ്യോത്സ്നാവതാരേണ സമുജ്വലാസു പ്രതോലീഷു. ജ്യോത്സ്നാവതാരം, ജ്യോത്സ്നയുടെ അവതാരം, അതായത് നിലാവ് വന്നതുകൊണ്ട്, സമുജ്വലാസു നല്ലവണ്ണം തെളിഞ്ഞു കാണാവുന്ന, തിളങ്ങിക്കിടക്കുന്നതായ, പ്രതോലീഷു, പ്രതോലി എന്ന് പറഞ്ഞാൽ ഇടവഴികൾ, അതായത് അമ്പാടിയുടെ മുമ്പിലുള്ളതായ വഴി, അതിനെയാണ് പ്രതോലി എന്ന് പറയുന്നത്. ആ പ്രദേശങ്ങളിലൊക്കെ അപ്പം നല്ല വീതിയുണ്ട്, നല്ല വലിപ്പമുണ്ട്. നിലാവുള്ളത് കൊണ്ട് എന്തൊക്കെയാണ് അവിടെ ഉള്ളത്, മരങ്ങളാണോ മരക്കുറ്റികളാണോ മറ്റേതെങ്കിലും ജീവികളുണ്ടോ എന്നൊക്കെ നല്ലവണ്ണം കാണാൻ പറ്റും, നിലാവിൻ്റെ ഭംഗിയും കൂടി ഉള്ളത് കൊണ്ട്. അങ്ങനെയുള്ള വഴികളിൽ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വീണ്ടും ഈ വഴികളിലേക്കൊക്കെ തന്നെ ഓടി വന്നു. ശ്രീകൃഷ്ണനും ബലരാമനും ഉണ്ട്, കൂട്ടത്തിലല്ല ഗോപന്മാരും. അവരെല്ലാവരും കൂടി അവിടെ കൂടിച്ചേർന്നുകൊണ്ട് ബഹുധാ വിഹർത്തും പ്രാവർത്തിഷാതാം. ബഹുധാ വിഹർത്തും, പലതരത്തിലുള്ള കളികൾ കളിക്കാൻ ആരംഭിച്ചു. ഇത്രയും നേരം കാട്ടിൽ കിടന്ന് കളിക്കുകയൊക്കെ തന്നെയായിരുന്നു. അത് പകലുള്ള കളി, സൂര്യനുള്ളപ്പോൾ ഉള്ള കളികൾ. രാത്രിയാകുമ്പോൾ വേറെ ചില കളികൾക്കും കൂടി ഭംഗിയുണ്ട്. അതായത് ഒളിച്ചിരിക്കുക, ഇരുട്ടത്താവുമ്പോൾ ഒളിച്ചിരുന്നാൽ വേഗം കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ തോൽപ്പിച്ചും ജയിച്ചും ഒക്കെ ഉള്ളതായ പലതരത്തിലുള്ള കളികൾ. പിന്നെ വെയിലത്ത് കളിക്കുമ്പോൾ ഉണ്ടാവുന്ന ക്ഷീണം നിലാവത്ത് കളിക്കുമ്പോൾ ഉണ്ടാവില്ല. നിലാവിൻ്റെ ഭംഗി ആസ്വദിക്കാം. അങ്ങനെ കുട്ടികളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് വലിയ വിസ്താരമുള്ള വഴിയിലെ, മൈതാനം പോലെ വിസ്തൃതമായി കിടക്കുന്ന അമ്പാടിയിലെ വഴികളിലൊക്കെ കൂടിച്ചേർന്നുകൊണ്ട് പലതരത്തിലുള്ള കളികൾ കളിക്കാൻ ആരംഭിച്ചു. രാമനും കൃഷ്ണനും ആരംഭിച്ചു എന്നുള്ളത് കൊണ്ടാണ് പ്രാവർത്തിഷാതാം എന്ന് ദ്വിവചനം പറഞ്ഞത്. അവരെല്ലാവരും കൂടെ ചേർന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരെയും കൂട്ടിയിട്ട് ഇവർ രണ്ടുപേരും കളിച്ചു. എല്ലാവരും കൂടി ചേർന്ന് തന്നെയാണ് കളിച്ചത്. നിലാവിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് രാത്രി എല്ലാവരും കൂടി അമ്പാടിയുടെ മുറ്റത്തും വഴികളിലുമൊക്കെ ആയിട്ട് കളിക്കാൻ തുടങ്ങി. അത് കണ്ടുകൊണ്ട് ഇങ്ങനെ അരിഷ്ടൻ നിൽക്കുകയാണ്. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. നമുക്ക് 20ാമത്തെ ശ്ലോകം നോക്കാം. ക്രീഡാപരം കൃഷ്ണമവേക്ഷ്യ സദ്യോ മനോഗതം കർമ്മ വിധാതുമിച്ഛൻ വിശ്രംഭമാപാദയിതും വ്രജസ്യ ബഭാരദൈത്യോ വൃഷഭസ്യ വേഷം. പദച്ഛേദം നോക്കാം ആദ്യം. ക്രീഡാപരം കൃഷ്ണം അവേക്ഷ്യ സദ്യ മനോഗതം കർമ്മ വിധാതും ഇച്ഛൻ വിശ്രംഭം ആപാദയിതും വ്രജസ്യ ബഭാര
ദൈത്യ വൃഷഭസ്യ വേഷം. കൃഷ്ണനെ നോക്കിക്കൊണ്ട് നിൽക്കണ അസുരൻ്റെ, അരിഷ്ടാസുരൻ്റെ വർണ്ണനയാണ് എന്താണ് പറയണത് എന്നാണെങ്കിൽ, ക്രീഡാപരം കൃഷ്ണം അവേക്ഷ്യ. ക്രീഡാപരം എന്ന് പറഞ്ഞാൽ കളിക്കാൻ വെമ്പി നിൽക്കുന്ന, അല്ലെങ്കിൽ ഓടി കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗോപന്മാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഓടിച്ചാടി തിമിർത്ത് കളിച്ച് നടക്കുന്നവനായ കൃഷ്ണനെ അവേക്ഷ്യ കണ്ടിട്ട്, നോക്കി നിന്നിട്ട്, മനോഗതം കർമ്മ സദ്യ വിധാതും ഇച്ഛൻ. മനോഗതം കർമ്മ, മനസ്സിൽ പദ്ധതി ഇട്ടിരിക്കുന്നതായ കർമ്മം, അതാണ് മനോഗതം കർമ്മ. അത് സദ്യ പെട്ടെന്ന് തന്നെ, വിധാതും ഇച്ഛൻ നടപ്പിൽ വരുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നവനായ ആ അസുരൻ. അതായത് കൃഷ്ണനെ കണ്ടുപിടിച്ചു, രാത്രി അവരെല്ലാവരും കൂടി കളിക്കണത് കണ്ടു. അതിൻ്റെ ഇടയിൽ നിന്ന് കൃഷ്ണനെ എങ്ങനെ മാറ്റി നിർത്തി വധിക്കാമെന്നാണ് അരിഷ്ടാസുരൻ വിചാരിക്കണതല്ലോ. അങ്ങനെ ഒരു പ്ലാനൊക്കെ മനസ്സിലുണ്ടാക്കിയിട്ട്, പദ്ധതിയൊക്കെ ഉണ്ടാക്കിയിട്ട്, തൻ്റെ ആ പദ്ധതി വേഗം തന്നെ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട്, അതാണ് മനോഗതം കർമ്മ സദ്യ വിധാതുമിച്ഛൻ. സദ്യ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ, ഒട്ടും വൈകാതെ കർമ്മം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തു ചെയ്തു? രൂപം ഒന്ന് മാറാമെന്ന് വിചാരിച്ചു. അതായത് അസുരൻ്റെ രൂപത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാവരും അസുരനെ ആക്രമിക്കും. ഗോപന്മാരൊക്കെ ശ്രീകൃഷ്ണൻ്റെ ആൾക്കാരാണ്. എല്ലാവരുടെ കയ്യിൽ നിന്നും ആക്രമണങ്ങൾ ഏറ്റുവാങ്ങി മരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തു ചെയ്തു? രൂപം മാറ്റാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഏത് രൂപത്തിലേക്കാണ് മാറിയത് എന്നാണെങ്കിൽ, വ്രജസ്യ വിസ്രംഭം ആപാദയിതും ദൈത്യ വൃഷഭസ്യ വേഷം ബഭാര. വ്രജത്തിൻ്റെ, ഗോപവ്രജത്തിൻ്റെ, അതായത് അമ്പാടിയിലെ ജനങ്ങളുടെ, അവരുടെ വിസ്രംഭം, വിശ്വാസം, ആപാദയിതും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, ദൈത്യ ആ അരിഷ്ടൻ അസുരൻ, വൃഷഭസ്യ വേഷം, ആരുടെ വേഷമാണ് സ്വീകരിച്ചത്? വൃഷഭം എന്ന് പറഞ്ഞാൽ കാളയുടെ വേഷം ബഭാര സ്വീകരിച്ചു. അപ്പം എന്തുകൊണ്ടാണ് കാളയുടെ വേഷം സ്വീകരിച്ചത്? മറ്റേതെങ്കിലും ജീവികളുടെ വേഷം സ്വീകരിക്കാഞ്ഞത് എന്താണ് എന്നാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മറുപടി ഉണ്ട്. വ്രജമെന്ന് പറയണത് ഗോപന്മാരുടെയും പശുക്കളുടെയും ഒക്കെ കേന്ദ്രമാണ്. അപ്പോൾ പശുക്കളുടെ വേഷമാണ് അല്ലെങ്കിൽ ഗോപന്മാരുടെ വേഷമൊക്കെയാണ് കെട്ടിയത് എങ്കിൽ ആരും സംശയിക്കില്ല. ഗോപന്മാർക്ക് തമ്മിൽ മനസ്സിലാവുമെന്നുള്ളത് കൊണ്ട്, ഈ ഒരു ഗോപൻ എവിടുന്നാ വന്നേ എന്ന് ആലോചിക്കുമെന്നുള്ളത് കൊണ്ട് ഗോപൻ്റെ വേഷം സ്വീകരിച്ചില്ല. അതിനേക്കാൾ എളുപ്പം ഒരു പശുവിൻ്റെ വേഷം കെട്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കാളയുടെ വേഷം കെട്ടായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ ഒരു കാള എന്നല്ലേ വിചാരിക്കുള്ളൂ. ആ കാളയെ അവിടെ നിന്നൊന്നും ആരും മാറ്റി നിർത്തുകയില്ല. അപ്പോൾ ആ ഒരു പ്രയോജനം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്, ആരുടെ കയ്യിൽ നിന്നും ആക്രമണങ്ങളോ ഉപദ്രവങ്ങളോ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും അവിടെ നിന്ന് മാറ്റി നിർത്താതിരിക്കാൻ വേണ്ടിയിട്ടും അരിഷ്ടാസുരൻ ഒരു കാളയുടെ രൂപം ധരിച്ചു. അമ്പാടിയിലേക്ക് ഏറ്റവും ചേർന്ന ഒരു മൃഗത്തിൻ്റെ രൂപമാണ് കാളയുടെ രൂപം. കാളയുടെ രൂപം ധരിച്ചു വന്നാൽ ആരും സംശയിക്കില്ല, ഏതോ കൂട്ടം തെറ്റി വന്നൊരു കാളയാണെന്നൊക്കെ വിചാരിക്കുള്ളൂ. അപ്പോൾ ഗോപന്മാർ അതിനെ ആട്ടി ഓടിക്കൊന്നുമില്ല, മറ്റുള്ള ആൾക്കാർക്കൊന്നും സംശയവും ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട്, അതാണ് വിസ്രംഭമാപാദയിതും. ഗോപന്മാരുടെയും അതുപോലെ തന്നെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും ഒക്കെ വിശ്വാസം കവർന്നെടുക്കുന്നതിന് വേണ്ടിയിട്ട്, വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വൃഷഭത്തിൻ്റെ വേഷവും സ്വീകരിച്ചുകൊണ്ട് അവിടേക്ക് ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക് ആക്രമിക്കാനായിട്ട് ചെല്ലാൻ പോവുകയാണ്. അത് അടുത്ത ശ്ലോകത്തിലാണ് പറയണത്. നമുക്കിപ്പോൾ ഈ 2 ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. അഥ പ്രതോലീഷു വിശങ്കടാസു ജ്യോത്സ്നാവതാരേണ സമുജ്വലാസു തൗ രാമകൃഷ്ണൗ സഹിതൗ സുഹൃദ്ഭിഃ പ്രാവർത്തിഷാതാം ബഹുധാ വിഹർത്തും ക്രീഡാപരം കൃഷ്ണമവേക്ഷ്യ സദ്യോ മനോഗതം കർമ്മ വിധാതുമിച്ഛൻ വിസ്രംഭമാപാദയിതും വ്രജസ്യ ബഭാരദൈത്യോ വൃഷഭസ്യ വേഷം. അങ്ങനെ അരിഷ്ടാസുരൻ തൻ്റെ മോക്ഷത്തിനായിട്ടുള്ള വഴികൾ തന്നെത്താൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഏറ്റവും നല്ല രൂപം എന്ന് പറയുന്നത് ഒരു കാളയുടെ രൂപം, ഒരു പശുവിൻ്റെ രൂപം തന്നെയാണ്. ആ രൂപം സ്വീകരിച്ചാൽ ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുന്നതിന് യാതൊരു തടസ്സവും ഇല്ല, ഭഗവാൻ എതിർക്കുകയും ഇല്ല. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ പശുക്കളെ സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ജോലിയാണല്ലോ ഇപ്പോൾ കൃഷ്ണൻ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പശുവായിട്ട് ചെല്ലുകയാണ് നല്ലത് എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് അരിഷ്ടൻ
ഒരു പശുവിൻ്റെ, ഒരു കാളയുടെ, കാളക്കൂറ്റനാണ്, ആണാണ്, അങ്ങനെ ഒരു കാളയുടെ രൂപവും ധരിച്ചുകൊണ്ട് കൃഷ്ണൻ്റെ അടുത്തേക്ക് പോവുകയാണ്. 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.